ഇച്ചാൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല. നീ എന്താ വിളിക്കാഞ്ഞ്? അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇച്ചായ. ഞാൻ പറഞ്ഞില്ലേ BP. അവൻ കയറിയൊന്ന് കൊളുത്തിയതാ. അയ്യോ ഓക്കേനാ? എന്നാ ഇച്ചാൻ പോയി കിടന്നു. ടിക്കറ്റ് കണ്ടല്ലേ? നാളെ രാവിലെ 10 മണിക്ക് ഗ്ലാസ്ഗോയിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഒരു 6 മണിക്കേലും ഇറങ്ങണം. ഗുഡ് നൈറ്റ്. ഞാൻ നാളെ പോകുന്നില്ല ഉണ്ണി. എനിക്കറിയണം ഇളയ്ക്ക് എന്താ സംഭവിച്ചതെന്ന്. നമ്മുടെ അമ്മച്ചി ആര് എന്തിനു കൊന്നുവന്ന്. അതിപ്പോൾ ഇച്ചായനെ മാത്രമല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ പോലീസ് ഫോഴ്സ് വളരെ ഇൻ്റലിജൻറ്റാണ്. എത്രയും പെട്ടെന്ന് അവർക്കിതെല്ലാം കണ്ടെത്താൻ കഴിയുന്ന എൻ്റെ പ്രതീക്ഷ. ആയിക്കോട്ടെ, വളരെ നല്ലത്. എൻ്റെ ഒരു സമാധാനത്തിന് അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തുന്നവരെ ഞാൻ ഈ നാട്ടിൽ തുടരാൻ തീരുമാനിച്ചു. പിന്നെ നിങ്ങൾക്ക് എൻ്റെ പ്രസൻസ് എന്ന പോലെ അമ്മച്ചിയുടെ ഇളയുടെ ഓർമ്മകളുള്ള ഈ വീട്ടിൽ കഴിയുന്ന എനിക്കൊരു വീർപ്പുമുട്ടല. അതുകൊണ്ട് നാളെ മുതൽ ഞാൻ ഇവിടുന്ന് പുറത്തോട്ടോട്ടിലും ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇച്ചാൻ എന്തൊക്കെയായി പറയുന്നേ? അതുകൊണ്ട് ഇതുവരെ മനസ്സിലായില്ലേ? ഇച്ചാൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ടാ ഈ സംസാരിക്കുന്നത്. മനസ്സിൽ വെച്ച് സംസാരിക്കുന്നതും പെരുമാറുന്നൊന്നും ഞാനല്ലല്ലോ ശ്വേത, നീയും ഇവനൊക്കെ അല്ലേ? അല്ലേ പിന്നെ റോയൽ എഡിൻബറ ഹോസ്പിറ്റലിൻ്റെ CT സ്കാൻ റിപ്പോർട്ട് എൻ്റെ എയർ ടിക്കറ്റിൻ്റെ ചോട്ടി തിരികെ വെച്ചിട്ടായിരിക്കില്ലല്ലോ നീ പ്രഗ്നൻ്റ് ആണെന്ന വിവരം എന്നെ അറിയിക്കുക. ഇല്ല ചായ, ഈ ഒരു സിറ്റുവേഷനിൽ ഇച്ചായനോട് പറയാനൊരു മടി. അതുകൊണ്ടാ. മരിക്കുന്നവരെ നമ്മുടെ അമ്മച്ചി വിവരം അറിഞ്ഞിട്ടില്ലായിരുന്നു അല്ലടാ. ഏതായാലും ഉടൻ സ്കോട്ട്ലൻഡ് വിടുന്നില്ല എന്നെൻ്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. അതുപോലെ നാളെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാണെന്നുള്ള തീരുമാനത്തിനും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, തൊട്ടടുത്ത് കിടക്കുന്ന ഇംഗ്ലണ്ടിൻ്റെയും അയർലൻഡിൻ്റെയും ഒരു സൗന്ദര്യമല്ല ഈ നാടിനുള്ളതെന്ന്. ഒരുതരം മിസ്റ്റിക് ബ്യൂട്ടി. ആ JK റോളിംഗ് ഇവിടെ താമസിച്ചുകൊണ്ട് ഹാരി പോട്ടർ എഴുതിയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ചൈൽഡ് മിസ്സിംഗ് കേസസിൻ്റെ ഹിസ്റ്ററി എന്താണെന്നറിയോ? എനിക്ക് അതേക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും നമ്പർ ഓഫ് കേസസ് കമ്പാരിറ്റീവ്ലി ഒട്ടും കുറവല്ല. നീ എത്ര നിർബന്ധം പറഞ്ഞോണ്ടാ കുറെ പാടുപെട്ടു ഇപ്പം ഇത് കിട്ടാൻ. ആദം, കേറി വാ. നിനക്ക് ഇവിടുന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങണ്ടേ? അതിനാ. പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴും നീ പറഞ്ഞ റൂട്ടാ ശരി. നമുക്ക് ആദ്യം ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ചൈൽഡ് മിസ്സിംഗ് കേസുകളുടെ ഹിസ്റ്ററി ഒന്ന് അറിയണം. വേണം. അതിനെന്തൊരു വഴി? വഴിയൊക്കെ ഉണ്ട്. CPRC ആയിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. ചൈൽഡ് പ്രൊട്ടക്ഷൻ റിസർച്ച് സെൻറ്റർ. അവരെടുത്തതിൻ്റെ ഫുൾ ഡാറ്റാബേസ് കാണും. നമ്മുടെ ചർച്ചിൽ വരുന്ന ജോർജൻ്റെ മൂത്ത മോൻ CPRCയിലെ റിസർച്ച് സ്കോളറാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് ആളെ നേരിട്ട് പരിചയമില്ല. അയാൾ പ്രൊട്ടസ്റ്റൻ്റാണ്. അതുകൊണ്ട് നമ്മുടെ ഇടവേഗലൊന്നും അങ്ങനെ വരാറില്ല. ഫ്രം 2012 till now സ്കോട്ട്ലൻഡിലാകെ ഏതാണ്ട് 87 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 38 എണ്ണം ഇവിടെ എഡിൻബറോയിൽ നിന്നാണ്. 3-നും 12-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ കാര്യവും ഞാനീ പറയുന്നു. അതിൽ തന്നെ 70% പെൺകുട്ടികളാണ്. എന്തായിരുന്നു ഈ കേസുകളുടെയൊക്കെ കൺക്ലൂഷൻ?
കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് കേട്ട് വറീഡ് ആവരുത്. ദർ ഇസ് നോ കൺക്ലൂഷൻ ഫോർ അറൌണ്ട് 46 കേസസ്. ദോസ് ചിൽഡ്രൻ ആർ സ്റ്റിൽ നോൺ ആസ് ദ മിസ്സിംഗ് കിഡ്സ്. ഇത്തരം കേസുകളുടെ മോട്ടീവ്സ് പറയുകയാണെങ്കിൽ നിരവധിയാണ്. ഓർഗൻ ട്രാഫിക്കിംഗ്, പിഡോഫിലിയ, ഇൻഹൗസ് അബ്യൂസസ്, അങ്ങനെ തുടങ്ങി ഡെവിൾ സാത്താനിക് വർഷിപ്പേഴ്സ് വരെ അവരുടെ കർമ്മങ്ങൾക്കായി ഇവിടെ കുട്ടികളെ തട്ടിയെടുക്കാറുണ്ട്. പക്ഷേ ഓരോ മോട്ടീവ്സിനും ഓരോ സ്വഭാവമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഓർഗൻ ട്രാഫിക്കിങ്ങിന് വേണ്ടിയാണ് കുട്ടി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടതെങ്കിൽ വിത്തിൻ 5 to 10 days കുട്ടിയുടെ ബോഡി ഏതെങ്കിലും റിമോട്ട് പ്ലേസിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. ഇനി പിഡോഫിലിയ കേസസ് ആണെങ്കിൽ ദാറ്റ് മീൻസ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയാണ് കുട്ടിയെ തട്ടിയെടുത്തതെങ്കിൽ അത്തരം ഗ്രൂപ്പുകൾ ജീവനോടെയോ അല്ലാതെയോ കുട്ടിയെ ഉപേക്ഷിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഈ ബ്ലാക്ക് മാസുകാരുടെ, അതായത് സാത്താൻ ഡെവിൾ വർഷിപ്പേഴ്സിൻ്റെ കാര്യം. പക്ഷേ കഴിഞ്ഞ 11 വർഷത്തിനിടെ ഇത്തരം 3 കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. 3ഉം 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ, അതും ജൂത പെൺകുട്ടികൾ. ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയജനമെന്നാണല്ലോ ജൂതന്മാരെ പറ്റി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അവരെ പീഡിപ്പിച്ച് സാത്താനെ സന്തോഷിപ്പിക്കുന്നതാവാം ഉദ്ദേശം. വട്ട്, അല്ലാതെന്താ? ഈ ജ്യൂസ് എന്നൊരു ക്രൈറ്റീരിയ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു പോസിബിലിറ്റി മാത്രം ഈ സ്റ്റേജിലെ അങ്ങ് തള്ളിക്കളയാം, അല്ലേ? സംഭവം നടന്നിട്ടിന്ന് 6ാം ദിവസമല്ലേ? ഇപ്പോഴത്തെ സ്റ്റേജിൽ നമുക്ക് അങ്ങോട്ട് കയറി ഒന്നും ഊഹിക്കാൻ പോലും പറ്റില്ല. നിങ്ങളാരും കുട്ടിയുടെ പേരൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിട്ടു പറഞ്ഞത്. അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്യാറില്ല. ജെയ്സൺ ഈ പറഞ്ഞത് വെറും പോസിബിലിറ്റീസ് മാത്രം. നമ്മളതിനെ അങ്ങനെ കണ്ടാൽ മതി. കൃത്യമായ പോസിബിലിറ്റീസ് അല്ലേ സിറിയക്ക് നമ്മളെയൊക്കെ ഈ ഘട്ടത്തിൽ നയിക്കുന്നത്? എനിക്കിപ്പോൾ ഒരു കാര്യം ഉറപ്പായി. എത്രയൊക്കെ എഫിഷ്യൻ്റാണ് ഇവിടുത്തെ പോലീസ് ഫോഴ്സ് എന്ന് പറഞ്ഞാലും ഈ ക്രൈമിന് പിന്നിലുള്ളവരെ അവരൊരിക്കലും കണ്ടെത്താൻ പോകുന്നില്ല. ബിക്കോസ് ദേ ആർ സെർച്ചിങ് എവ്രിവെയർ എക്സെപ്റ്റ് ദ റൈറ്റ് പ്ലേസ്. എന്ന് വെച്ചാ ഇവിടെ പോലീസിനറിയോ ഇള ഉണ്ണിയുടെയും ശ്വേതയുടെയും മകളല്ല എന്ന്? അല്ല, അതും ഈ കേസുമായിട്ട് എന്താ ബന്ധം? കുറച്ചു മുമ്പ് ജെയ്സൺ പറഞ്ഞില്ലേ, കുട്ടി ഡെവിൾ വർഷിപ്പേഴ്സിൻ്റെ കയ്യിൽ പെട്ടേക്കാമെന്ന സാധ്യത തള്ളിക്കളയാമെന്ന്. കാരണം അവർക്ക് വേണ്ടത് 10 വയസ്സിന് താഴെയുള്ള ജൂത പെൺകുട്ടികളെയാണെന്ന്. എൻ്റെ മകൾ പാതി ജൂതയാണ് സിറിയക്ക്. ബിക്കോസ് ഹർ മദർ വാസ് എ ജൂ. ഞാനോ ഉണ്ണിയോ ശ്വേതയോ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ഈ വിവരം ഷെയർ ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും ജെയ്സനെ പോലെ അവരും ഈ പോസിബിലിറ്റി അങ്ങ് ഇഗ്നോർ ചെയ്യും, അല്ലേ? എൻ്റെ മകൾക്ക് എന്താ സംഭവിച്ചെന്ന്, എൻ്റെ അമ്മയെ ആരാ കൊന്നെന്ന് ഒക്കെ അറിയേണ്ടത് ഇപ്പം എൻ്റെ മാത്രം ആവശ്യമാണോ സിറിയക്ക്?